3 മാസത്തിനകം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി വമ്പിച്ച വിജയം നേടും എന്നൊരു ട്രെൻഡ് ഇപ്പം തന്നെ വന്നിട്ടുണ്ട്. അത് സ്വാഭാവികമാണ് തന്നെ. പക്ഷെ അതുകൊണ്ടുണ്ടായിട്ടുള്ള ഒരു ചെറിയ പരാധീനത എന്താ വെച്ചാൽ, കേരളത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് ജയിച്ച എല്ലാ ആളുകളും ഇപ്പോൾ പാർലമെന്റ് അംഗത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ നിയമസഭയിലേക്ക് മത്സരിക്കാൻ താല്പര്യപ്പെടുകയാണ്. അടൂർ പ്രകാശ് മത്സരിക്കാൻ സന്നദ്ധനാണ്, കൊടിക്കുന്നിൽ സുരേഷ് സന്നദ്ധനാണ്, ഫ്രാൻസിസ് ജോർജിനെ ആരെങ്കിലും നിർബന്ധിച്ചാൽ അദ്ദേഹം തയ്യാറാവും. പിന്നെ കെ സി വേണുഗോപാലിനെ പ്രത്യേകം പറയേണ്ടതില്ലോ, അദ്ദേഹത്തിന് വെറുതെ മത്സരിച്ചാൽ പോരാ, ജയിച്ചാൽ പോരാ, മന്ത്രിയായ പോരാ, മുഖ്യമന്ത്രി തന്നെ ആവണം. അതിൽ കുറഞ്ഞ് ഒന്നുകൊണ്ടും വേണുവേട്ടൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ല. ഹൈബീഡറെ ആരെങ്കിലും നല്ലോണം നിർബന്ധിക്കണം, അതിനിടയിൽ എറണാകുളത്തോ കൊച്ചിയിലോ മത്സരിക്കാൻ സന്നദ്ധനാണ്. ബെന്നി ബെഹനാൻ അത്ര നിർബന്ധമില്ല, പുള്ളി പാർലമെന്റ് കൊണ്ട് തൃപ്തിപ്പെടാം എന്ന അഭിപ്രായക്കാരനാണ്. എന്നാലും നിർബന്ധിച്ചാൽ പുള്ളിക്ക് വിരോധം ഉണ്ടാവില്ല. തൃശ്ശൂർ പിന്നെ BJP ആയതുകൊണ്ട് നമുക്ക് ദോഷം പറയാൻ പറ്റില്ല, മത്സരിക്കുന്ന പ്രശ്നമില്ല. പാലക്കാട് VK ശ്രീകണ്ഠനാണ്. പാലക്കാട് ജില്ലയിൽ ഇതുവരെ അങ്ങനെ ഗംഭീരന്മാരായ മന്ത്രിമാരാരും ഉണ്ടായിട്ടില്ല ശങ്കരനാരായണന് ശേഷം എന്നുള്ളതുകൊണ്ട് പുള്ളിയും തയ്യാറാണ്, മത്സരിക്കാൻ വിരോധമില്ല. വടകരയിൽ നിന്ന് ജയിച്ച ഷാഫി പറമ്പിലിന് പ്രത്യേകിച്ച് രാഹുൽ മാങ്കോട്ടും ഇല്ലാത്തതുകൊണ്ട് പുള്ളിയും സന്നദ്ധനാണ്. MK രാഘവൻ കോഴിക്കോട്ട് മത്സരിക്കും എന്നെനിക്കറിയില്ല, പുള്ളി മത്സരിക്കാൻ സാധ്യത കുറവാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ പാർലമെന്റ് മതി, നിയമസഭയിലേക്ക് പോകാൻ താല്പര്യമില്ല എന്നാണ് പുള്ളി പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ആളുകളൊക്കെ നിയമസഭയിലേക്ക് മത്സരിക്കാം എന്ന് പറയുന്നത്? ഇവർ മത്സരിച്ചില്ലെങ്കിൽ കേരള നിയമസഭയ്ക്ക് എന്തെങ്കിലും അപകർഷണം സംഭവിക്കും, എന്തെങ്കിലും പോരായ്മ ഉണ്ടാവും. ഇവരില്ലാത്തതുകൊണ്ട് കേരളം അറബിക്കടലിൽ താഴ്ന്നുപോകും. അതുമല്ല, ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷും അടൂർ പ്രകാശും മന്ത്രിമാരായില്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ പ്രവർത്തനം തന്നെ മന്ദീഭവിക്കും എന്നുള്ളതുകൊണ്ടാണോ? അല്ല, ഇവർക്ക് എല്ലാവർക്കും അറിയാം ഇനി കേന്ദ്രത്തിലേക്ക് പോയിട്ട് ഒരു കാര്യമില്ല. അവിടെ പോയിട്ട് ക്യാബിനറ്റ് മന്ത്രി പോയിട്ട് സഹമന്ത്രി പോയിട്ട് ഒരു ഉപമന്ത്രി പോലും ആകാൻ പറ്റുകയില്ല. ഇന്ത്യൻ പാർലമെന്റിന്റെ ഒരു മൂലക്കെ കടലെ കുറിച്ചിരിക്കാനല്ലാതെ യാതൊരു സാധ്യതയുമില്ല എന്ന് കാര്യം അവർക്കറിയാം. അല്ലാണ്ട് ഏതെങ്കിലും കാലത്ത് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവും, പ്രിയങ്ക ഗാന്ധി ആഭ്യന്തരമന്ത്രിയാവും, അപ്പൊ KC വേണുഗോപാൽ വിദേശകാര്യമന്ത്രിയോ രാജ്യരക്ഷാ മന്ത്രിയൊക്കെ ആവും എന്ന് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. പക്ഷെ അതൊക്കെ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമായിട്ട് അവശേഷിക്കുക. ഇനി ഇതിൽ വേറൊരു വലിയ തമാശ കൂടിയുണ്ട്. ഈ യോഗ്യന്മാരെ എല്ലാവരും നിയമസഭയ്ക്ക് മത്സരിക്കുന്നു, ജയിക്കുന്നു എന്ന് വിചാരിക്കാം. ഇപ്പോഴത്തെ ട്രെൻഡിൽ ഒരു പക്ഷേ ജയിച്ചു പോയേക്കാം. ജയിച്ചിട്ട് ഇവരുടെ ഈ മണ്ഡലങ്ങളിലൊക്കെ ഉപതെരഞ്ഞെടുപ്പ് നടത്തട്ടെ. ആറ്റിങ്ങൽ ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്തിയാൽ കോൺഗ്രസ് അടുത്ത് ജയിക്കും എന്ന് വല്ല ഉറപ്പുണ്ടോ? യാതൊരു ഉറപ്പുമില്ല എന്ന് മാത്രമല്ല, തോൽക്കും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണതായി. ആറ്റിങ്ങൽ കഴിഞ്ഞ തവണ എത്രയായിരുന്നു അടൂർ പ്രകാശിന്റെ ഭൂരിപക്ഷം എന്ന് ഓർമ്മയുണ്ട്. ഇനി കൊടിക്കുന്നിൽ സുരേഷ് ജി നിയമസഭയിലേക്ക് മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് മത്സരിച്ചാൽ ജയിക്കാവുന്ന മണ്ഡലങ്ങളൊക്കെ ആ ഭാഗത്ത് കുറവാണ്. ഇനി അഥവാ ജയിച്ച് ആരെങ്കിലും പൊട്ടഭാഗ്യത്തിന് പുള്ളി ജയിച്ച് മന്ത്രിയൊക്കെ ഞാൻ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ മാവേലിക്കരെ വേറൊരാൾ നിർത്തി ജയിപ്പിക്കാൻ പറ്റും എന്ന് തോന്നുന്നു? ഒരു സാധ്യതയുമില്ല. ഇതാണ് അവസ്ഥ. വടകരയിൽ ഷാഫി പറമ്പിൽ മാറി വേറൊരാൾ മത്സരിച്ച് ജയിക്കും, വളരെ ദുഷ്കരമാണ്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് ഈ പോകന്മാരൊക്കെ നിയമസഭയിലേക്ക് മത്സരിക്കാം എന്ന് പറയുന്നത്? ഈ എടപ്പള്ളി രാഘവൻപിള്ളയുടെ കവിതയുണ്ട്, കുടില് കൊട്ടാരമാകാൻ ഉയരുന്നു കടലിരമ്പുന്നു കൈത്തോട്ടിലെത്തുവാൻ. കടലിരമ്പുന്നു കൈത്തോട്ടിലെത്തുവാൻ എന്നുള്ളത് സങ്കല്പിച്ചു നോക്കുക. കടല് ഇരമ്പി ആർത്ത് കൈത്തോട്ടിൽ എത്തിച്ചേരുക. ഇന്ത്യൻ പാർലമെന്റ് എന്ന് വെച്ചാൽ വിശാലമായ സമുദ്രം. അവിടെ നിന്ന് ചെലവന്മാര് കേരള സംസ്ഥാനത്തെ ഭരിക്കാനും നമ്മളെയൊക്കെ സേവിക്കാനുമുള്ള ത്വര കൊണ്ട് തിരയടിച്ച് എവിടെ എത്തുന്നു? ഈ തിരുവനന്തപുരത്ത് കേരള ലെജിസ്ലേച്ചർ അസംബ്ലിയിൽ വരികയാണ്. ഇതിനു വേണ്ടി നമ്മളെ സേവിക്കാൻ വേണ്ടി. അപ്പോൾ അവരുടെ ഉദ്ദേശം വളരെ വ്യക്തമല്ലേ? ഇത് മാത്രമല്ല, എത്രയോ കൊല്ലം മുമ്പ് രാഷ്ട്രീയ പ്രവർത്തനം നിർത്തിപ്പോയ അല്ലെങ്കിൽ സജീവ രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത മുല്ലപ്പള്ളി രാമേന്ദ്രൻ പുള്ളി മത്സരിക്കാൻ സന്നദ്ധനാണ്. സീറ്റ് എവിടെയെന്ന് നമുക്ക് ആർക്കും അറിയില്ല. കൊയിലാണ്ടിയിൽ മത്സരിക്കായിരിക്കും, അതല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് നാദാപുരത്ത് മത്സരിക്കുമായിരിക്കും. മുല്ലപ്പള്ളി രാമേന്ദ്രൻ എന്ത് ചെയ്യാൻ പറ്റിയ സീറ്റാണ് മലബാറിലുള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ചു. VM സുധീരൻ മത്സരിക്കുമെന്ന് കേൾക്കുന്നു, ഞാൻ വിശ്വസിച്ചിട്ടില്ല. VM സുധീരനൊക്കെ എത്ര കൊല്ലം മുമ്പ് ഈ പാർലമെന്ററി രാഷ്ട്രീയം ഉപേക്ഷിച്ച് പോയ ആളാണ്. ഇപ്പം എനിക്ക് സംശയമല്ല, പാവം തെന്നല ബാലകൃഷ്ണനുള്ള സാറും CB പത്മനാഭന്റെ വക്കീലും ഉണ്ടായിരുന്നെങ്കിൽ അവർ ഒരുപക്ഷെ മത്സരിക്കാൻ സന്നദ്ധരാകുമായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. പാർട്ടി കോൺഗ്രസ് അല്ലേ, ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഞാൻ മത്സരിക്കാൻ തയ്യാറാണ് കോൺഗ്രസ് പാർട്ടിയെ സഹായിക്കാൻ, കോൺഗ്രസ് പാർട്ടിയെ കരകയറ്റാൻ, കേരളത്തിലെ ജനങ്ങളെ സേവിക്കാൻ. ഞാനല്ലാതെ മറ്റാരാണ് ഉള്ളത് എന്ന് ചോദിച്ചു വരാം.
വരുന്നതിന് തടസ്സമൊന്നുമില്ല. പാർലമെന്ററി ജനാധിപത്യമല്ലേ. കോൺഗ്രസ് ആണെങ്കിൽ വലിയൊരു ജനാധിപത്യ പ്രസ്ഥാനവുമാണ്. അതുകൊണ്ട് പണ്ടൊക്കെ രാഷ്ട്രീയം ഉപേക്ഷിച്ച് പോയ ആളുകൾക്കും അതുമല്ലെങ്കിൽ ഒരിക്കലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തവർക്കും ജയിക്കാത്തവർക്കും ഒക്കെ മത്സരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തലമുറ മാറ്റത്തിന്റെ വക്താക്കളാണ്. 50% സീറ്റ് യുവാക്കൾക്ക് കൊടുക്കും, യുവാക്കൾക്ക് കൊടുത്ത് ബാക്കിയുള്ള 25% KSUക്കാർക്ക് കൊടുക്കും എന്നൊക്കെ പറയാതിരുന്നാൽ മതി. ഇതൊക്കെ പറഞ്ഞ് നമ്മളുടെ സാമാന്യ യുക്തിയെ വെല്ലുവിളിക്കരുത് എന്നൊരു എളിയ അപേക്ഷ മാത്രമേ ഈ മുതിർന്ന മൂത്ത് തറച്ച കോൺഗ്രസ്സുകാരോട് എനിക്ക് ആകെ ചെയ്യാറുള്ളൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ മത്സരിക്കാം, ജയിക്കാം, മന്ത്രിയാകാം, ഞങ്ങളെയൊക്കെ സേവിക്കാം. പക്ഷെ മനുഷ്യന്റെ യുക്തിയെ നോക്കി കൊഞ്ഞനെ കുത്തി കാണിക്കരുത്.